പ്ലീസ് ഏട്ടാ, ശാലിനിക്ക് വേണ്ടി കുറച്ച് സമയം ഏട്ടനൊന്ന് മാറ്റിവെക്ക്. അവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്ക്. മറ്റാർക്ക് വേണ്ടെങ്കിലും അവളെ എനിക്ക് വേണം. എന്റെ ജീവനെ അവളെ രക്ഷിച്ചത്. അവളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ വയ്യേട്ടാ. ശാലിനി ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ടിരിക്കെ. നിങ്ങള് ഡിസ്ചാർജ് ആയതല്ലേ? അതെ. പിന്നെന്താ പോവാത്തെ? നിങ്ങൾക്ക് ബന്ധുക്കളാരുമില്ലേ? ഓരോന്നിനോട് ഓരോ കാര്യങ്ങൾ ചോദിച്ച വായിൽ നാവുമില്ല, ഉരിയാട്ടവുമില്ല. എവിടുന്ന് വരുന്നു ഇതൊക്കെ? എത്രയായി? 80. ശാലിനി, ശാരദാമ്മേ, അവളെവിടെയാ ശാലിനി? അത് ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. സ്വന്തം മക്കളിൽ നിന്ന് പോലും. പട്ടിയും പൂച്ചയും ഒക്കെ പോലെ മനുഷ്യനും ജീവിക്കുന്നു, ഇര തേടുന്നു, ഉറങ്ങുന്നു. മനുഷ്യന് വലിയ വിശേഷമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മോനെ, എന്താ? ഒരു 20 രൂപ ഉണ്ടാവുമോ കയ്യില്? മരുന്ന് വാങ്ങാനാ. മോളെ ശാലിനി, ശാരദാമ്മേ, അവളെവിടെയാ ശാലിനി? ശാലിനി എവിടെ മോനെ? അവിടെ ഓപ്പറേഷൻ തിയേറ്ററില. ഓപ്പറേഷൻ തിയേറ്ററിലോ? മോളെ ശാലിനി, മോളെ 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 ശാലിനി, മോളെ ശാലിനി. ശാരദാമ്മേ,
വിഷ്ണു മോനെ, എന്താ മോനെ പറ്റിയത്? അവള് എന്തിനാ ഓപ്പറേഷൻ തിയേറ്ററില്? മോനെ. ശാരദാമ്മേ, ശാലിനിക്ക് ഒരു വെടി കൊണ്ടതാ. ബുള്ളറ്റ് എടുത്ത് മാറ്റുന്ന ഒരു ഓപ്പറേഷനിൽ. അയ്യോ അയ്യോ മോളെ. ശാരദാമ്മേ, ഒരു ഹോസ്പിറ്റലായിരുന്നു, പ്ലീസ്. മോനെ, അവള് എന്റെ മോള്. വിഷ്ണു മോനെ, എനിക്ക് അവളെ ഒന്ന് കാണണം മോനെ. മോനെ. ശാരദാമ്മയെ കാണാനൊന്നും ഇപ്പൊ പറ്റില്ല. ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഈശ്വര, എന്റെ കുഞ്ഞ്. അയ്യോ എന്റെ മോള്. എന്റെ ശാരദാമ്മ വാ. എനിക്ക് അവളെ ഒന്ന് കാണണം അർജുൻ. ശാരദാമ്മയെ കാണാം. ഓപ്പറേഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. ശാരദാമ്മ അങ്ങോട്ടിരിക്കെ. ഈശ്വര, ദൈവമേ, എന്റെ കുഞ്ഞിനെ കാത്തോളേ. ദൈവമേ. സത്യമേ, എന്റെ മകൾക്ക് എന്താ സംഭവിച്ചത്? പറയാൻ. ഞാനല്ല ശാരദ നിങ്ങളുടെ മകളെ വെടിവെച്ചത്. അവൾ ആവശ്യമില്ലാത്തടത്തേക്ക് കയറി വന്നതാ. അമ്പലത്തിലേക്ക് വരരുതെന്നും പറഞ്ഞ് അവളെ വീട്ടിൽ പൂട്ടിയിട്ടിട്ടാ ഞാൻ ഇറങ്ങിയത്. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ പൂട്ടിയിട്ടെന്നോ? അതിനുള്ള ആവശ്യം എന്തായിരുന്നു സത്യാമ്മേ? ഈ നിൽക്കുന്ന അർജുന് രണ്ടാം വിവാഹം നടത്താൻ വേണ്ടിയല്ലേ നിങ്ങൾ പടപ്പുറപ്പാടുമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? നിങ്ങളുടെ മകളുടെ കഴുത്തിലെ താലി ഇറക്കാൻ നിങ്ങളൊരു അമ്മയാണോ സത്യാമ്മേ? സ്വന്തം മകളുടെ കണ്ണുനീര് കാണാൻ കഴിയാത്ത ഒരു സ്ത്രീ. ശാരദാമ്മേ, അതെനിക്കും പ്രീതിക്കും ഇടയിലുള്ള വിഷയമാ. നിങ്ങൾ അതിൽ ഇടപെടണ്ട. അല്ല സത്യാമ്മേ, അത് നിങ്ങൾക്കും പ്രീതിക്കും ഇടയിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു വിഷയമായിരുന്നെങ്കിലേ എന്റെ മകൾ ഇങ്ങനെ കിടക്കേണ്ടി വരില്ലായിരുന്നു. ഞങ്ങൾക്കിടയിലേക്ക് കയറി വരാൻ നിങ്ങളുടെ മകളെ ഞാൻ ക്ഷണിച്ചില്ല. ക്ഷണിക്കാതെ കയറി വന്നത് മനസാക്ഷി. നിങ്ങളുടെ മകളുടെയും ഈ നിൽക്കുന്ന അർജുനുമായുള്ള ബന്ധം തകരാതിരിക്കാൻ വേണ്ടിയേ പ്രീതിക്ക് തുലാഭാരം നടത്തിയവളായി ഞാൻ. അതിനു പകരം
നിങ്ങൾ എന്റെ മകളുടെ നെഞ്ചിലേക്ക് വാങ്ങിക്കൊടുത്തത് വെടിയുണ്ട അല്ലേ? അതും നിങ്ങളുടെ മകളുടെ താലി ഇറക്കാൻ കൂട്ടു നിൽക്കാത്തതിന്. എന്റെ മകൾ ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നതിന് കാരണം നിങ്ങൾ ഒറ്റ ഒരാളാ സത്യാമ്മേ, നിങ്ങൾ മാത്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സാധാരണ ഒരു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണോ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നത്? അടി, ഇടി, വഴക്ക്, കുത്ത്. മറ്റൊരാളുമായി കല്യാണം നിശ്ചയിച്ച പെൺകുട്ടിയെയാ നിങ്ങളുടെ മകൻ കല്യാണം കഴിച്ചത്. അവനേക്കാൾ കൊള്ളാവുന്ന ഒരാളാണല്ലോ നിങ്ങളുടെ മകനെന്ന് ഞാൻ സന്തോഷിച്ചു. പക്ഷേ അതൊരു തെറ്റായിപ്പോയി. പണം വന്ന് കുന്നുകൂടുന്ന സത്യാമ്മയുടെ വീട്ടിലേക്ക് ഒരു ബന്ധം കിട്ടുന്നത് ഭാഗ്യം തന്നെയാണെന്ന് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ. പക്ഷെ വിഷ്ണു ശാലിനിയുടെ കഴുത്തിൽ താലി കെട്ടാൻ മടിച്ചപ്പോ അവള് പറഞ്ഞത് അവൻ അവളെ കെട്ടിയില്ലെങ്കിൽ ആ അമ്പല നടയിലിരിക്കുന്ന പിച്ചക്കാരനെ അവള് സ്വീകരിക്കുന്ന. അതായിരുന്നു ഈ ബന്ധത്തെക്കാൾ നല്ലതെന്ന് എനിക്കിപ്പോ തോന്നുക സത്യാമ്മേ. ശാരദാമ്മേ, അത് തന്നെയായിരുന്നു സത്യാമ്മേ ഭേദം. പിച്ച തണ്ടി അരപ്പട്ടിണി കിടക്കുകയാണെങ്കിലും ഉയരെങ്കിലും ഉണ്ടായിരുന്നേനെ എന്റെ കുഞ്ഞിന്റെ ശരീരത്തില്. പൊന്നിനും പണത്തിനും കുറവില്ല സത്യാമ്മയുടെ വീട്ടില്. ഇഷ്ടഭക്ഷണം. പക്ഷേ ഒരു നേരം മനസമാധാനത്തോടെ എന്റെ കുഞ്ഞിന് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനായിട്ടുണ്ടോ സത്യാമ്മേ? നെഞ്ചത്ത് കൈവച്ച് നിങ്ങൾ പറ. എന്നും നിങ്ങളും നിങ്ങളുടേതാ ഈ മകളും ചേർന്നുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഓടി നടക്കായിരുന്നു എന്റെ കുഞ്ഞ്. ഇവരും എന്റെ നെഞ്ചത്തോട്ട് കയറുവാണോ? നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നില്ലെങ്കിലും ഞാൻ അറിയുന്നുണ്ടായിരുന്നു സത്യാമ്മേ. ഇതുപോലൊരു അപകടം എന്റെ കുഞ്ഞിന് എന്നാ ഉണ്ടാവുക എന്നുള്ള ആദിയില ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്കറിയോ, ഒരു രാത്രി പോലും ഞാൻ മനസ്സമാധാനായിട്ട് ഉറങ്ങിയിട്ടില്ല. ഇപ്പതാ ആ ആദിയും ഭയവും ഒക്കെ സത്യമായി. പക്ഷെ ഒന്നോർത്തോ സത്യാമ്മേ, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച ഈ കുടുംബശ്രീ ശാരദ ആരാന്ന് നിങ്ങൾ അറിയും. നോക്കണ്ട, ഹോട്ടലിലെ അടുപ്പില് തീയൂതാൻ മാത്രമല്ല ശാരദയ്ക്ക് അറിയാവുന്നത്. ഇത്ര നാളെ ഞാൻ ജീവിച്ചത് എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമാ. അതിലൊന്നിന് എന്തെങ്കിലും ആപത്തുണ്ടായാൽ പിന്നെ ശാരദ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. പക്ഷെ അതിനു മുമ്പ് എന്റെ കുഞ്ഞിന് ആപത്ത് വരുത്തിയവരെ കത്തിച്ച് ചാരമാക്കി കളയി ശാരദ. ഈ പണം എണ്ണുന്ന കയ്യേക്കാൾ കരുത്തുണ്ടാവും സത്യാമ്മേ തീ ഊതുന്ന കൈക്ക്. എന്റെ കുഞ്ഞിനൊന്നും വരാതിരിക്കാൻ നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചു.
ശാരദേ, എവിടെയാ എവിടെയാ ശാലിനി മോള്? പറ എവിടെയാണെന്ന്. ആരാ ആരാ അവളോട് ദ്രോഹം ചെയ്തേ? വിഷമിക്കണ്ട ശാരദേ, ആരായാലും കണക്ക് തീർത്തിരിക്കും ഈ ഗോപാലകൃഷ്ണൻ. അവിടെ നിൽക്കേ. എന്തിന്റെ കണക്കാ നിങ്ങൾക്കിപ്പോ തീർക്കേണ്ടത്? എന്നാ തുടങ്ങേണ്ടത് ഇവിടെ നിന്നല്ല, 18 വർഷം പിന്നി നിന്ന. നിങ്ങൾ ബാക്കി വെച്ച് പോയ കണക്കുകളിൽ ഒന്നാ ഇവിടുത്തെ ഓപ്പറേഷൻ തിയേറ്ററില് വെടിയുണ്ടയ്ക്ക് കത്തിക്ക് നടുവില് ജീവന് വേണ്ടി പിടയുന്നത്. വേറൊന്ന് കുടുംബശ്രീ ഹോട്ടലില് കരി പിടിച്ച് കിടന്ന് നരയിക്കുന്നു. ആ ഇനിയുണ്ട് വേറെ ഒരെണ്ണം. കൈവിരൽ തുമ്പൊന്ന് വിട്ടുപോയാൽ എപ്പോഴാ സ്വബോധത്തിൽ നിന്ന് ലഹരിയിലേക്ക് വീണു പോകുന്നെന്ന് അറിയാത്തൊരു ജന്മം. ശാരദേ, വർഷങ്ങളായി ഞാൻ കൂട്ടിയും കുറച്ചും ഗുണിച്ച് ഹരിച്ചും നോക്കിക്കൊണ്ടിരിക്കുക ആ കണക്കുകളൊക്കെ. പ്രാണൻ തന്നെ പകരം പറിച്ചു വെച്ചിട്ടും ഒന്നും ശരിയാവുന്നില്ല. അതൊക്കെ ഒന്ന് തീർത്ത് തരാങ്കി തീർത്തുതാ. അതിനൊക്കെ ഞാൻ മാപ്പ് പറഞ്ഞല്ലേ ശാരദേ? നിങ്ങൾ മാപ്പ് പറഞ്ഞു, നിങ്ങൾ മാപ്പ് പറഞ്ഞു എന്നുള്ളത് ശരിയാ. ഒരു കത്തി നെഞ്ചിലേക്ക് കുത്തി ഇറക്കിയിട്ടും മാപ്പ് പറയുന്നത് പോലെ 18 വർഷം മുമ്പ് കുത്തി ഇറക്കിയ കത്തിന്ന് ഇപ്പോഴും ചോര കിനിഞ്ഞോണ്ടിരിക്കുക. എന്ത് പ്രായശ്ചിത്തം കൊണ്ട് വീട്ടിൽ നിങ്ങളാ കടം? പിന്നെ ഇപ്പൊ വെടികൊണ്ട് കിടക്കുന്ന ആ മോള് നാട്ടിലെ എണ്ണം പറഞ്ഞ ഗുണ്ടാ കുടുംബത്തിന്റെ മരുമോള. ഇനി ഒരുത്തി അമ്മായിയമ്മയ്ക്ക് തട്ടിക്കളിക്കാനുള്ള കളിപ്പാട്ടം. മൂന്നാമതൊരെണ്ണം ഉള്ളത് താലിഭാഗ്യം വിരിച്ചിട്ടുണ്ടോന്ന് പോലും അറിയില്ല. അന്വേഷിക്കാൻ ഒരു അച്ഛനുണ്ടായിരുന്നെങ്കിൽ, കാര്യവിവരത്തോടെ തീരുമാനം എടുക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ, ചോദിക്കാനും പറയാനും ആളുണ്ടെന്നുള്ള തോന്നലുണ്ടായിരുന്നെങ്കിലേ എന്റെ മക്കൾക്ക് ഈ ഗതി വരുമായിരുന്നു. പറയും നിങ്ങള്. സമ്മതിച്ചു, എന്റെ തെറ്റ് തന്നെയാ. പക്ഷെ ഞാൻ ശാലിനെ ഒന്ന് കണ്ടോട്ടെ ശാരദേ? വേണ്ട. നിങ്ങൾക്ക് മാത്രമല്ല തെറ്റ് പറ്റിയത്, എനിക്ക് പറ്റി. നിങ്ങൾ ഉപേക്ഷിച്ച് പോയപ്പോ ആ കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്ത് കൊല്ലാതിരുന്നതായി എന്റെ തെറ്റ്. ആ തെറ്റിന് ഞാൻ പിഴ കൊടുക്കുന്നത് കണ്ട് നിങ്ങൾ ആനന്ദിക്കണ്ട. ശാരദേ, ഇറങ്ങി പോണം ഗോപാലട്ടാ. കഴുത്തി കിടക്കുന്ന താലിയോട് എനിക്ക് ബഹുമാനവും ആദരവും ഉണ്ട്. പക്ഷെ അത് കെട്ടിയാളുടെ മുഖത്താട്ടിന്നൊരു പേരുദോഷം വേണ്ട. എത്ര നേരായി വിഷ്ണുട്ട, ഇതുവരെ ഓപ്പറേഷൻ കഴിഞ്ഞില്ലേ?
ഡോക്ടർ എന്തായി? കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, പക്ഷെ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയാം. ഇറ്റ്സ് ഓവർ. ഓപ്പറേഷൻ വിജയകരമായിരുന്നു. ബുള്ളറ്റ് പുറത്തെടുത്തു. ഡോക്ടറെ ഇപ്പൊ ഒന്ന് കാണാൻ പറ്റുമോ? ഓപ്പറേഷൻ കഴിഞ്ഞാലേ ഉള്ളൂ. കുറച്ച് സമയം കഴിഞ്ഞ് പോസ്റ്റ് ഓപ്പറേറ്റീവ് റൂമിലേക്ക് മാറ്റും. അപ്പോഴ് എല്ലാവർക്കും കയറി കാണാം. സുസ്മിതേ, നമുക്ക് പോവാം. എന്റെ മക്കളും ശാരദാമ്മയും പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഒന്നിനും മറുപടി ഇല്ലാഞ്ഞിട്ടല്ല. പറയാനുള്ള സമയവും സന്ദർഭവും ഇതല്ലെന്ന് തോന്നി. അതെന്റെ മാന്യത. എനിക്കത് ശരിയാണോന്നറിയില്ല. എന്റെ ബോധ്യങ്ങളൊക്കെ തെറ്റാണെന്നാണല്ലോ നിങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും അതൊന്നും തിരുത്താൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇത്രയും കാലം ഇങ്ങനെയൊക്കെ ഈ സത്യഭാമ ജീവിച്ചത്. ഇനിയും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ഈ സത്യഭാമ ഉണ്ടാവില്ലടാ. എല്ലാവരും പറഞ്ഞത് ഞാൻ വിട്ടു. ശാരദാമ്മേ, നിങ്ങൾ പറഞ്ഞതും. കാരണം സത്യഭാമ സത്യഭാമയും ശാരദ ശാരദയുമാണ്. ഇനി അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം. സത്യഭാമയെ കൊണ്ടോ അവരുടെ മകനെ കൊണ്ടോ നിങ്ങൾക്ക് സാരമായ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും നേരം